എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ മഞ്ഞണിഞ്ഞ വല്ലൂരിൻ്റെ മാമലയിലേക്ക് സൂര്യൻ ചേട്ടൻ എത്തി നോക്കും മുന്നേ നമ്മൾ നമ്മുടെ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് കുറച്ചധികം പരിപാടികളും പണികളുണ്ട്. ശ്രീകുട്ടനെ കൊണ്ട് ഇമ്മ്യൂണൈസേഷന് പോകണം. അവൻ്റെ ഇമ്മ്യൂണൈസേഷൻ കാർഡ് കാണാനുമില്ല. നമ്മൾ വീടൊക്കെ ചേഞ്ച് ചെയ്തതിൻ്റെ ഇടയിൽ അവൻ്റെ പോയ പല്ല് വരെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ മുടി ഒരു വയസ്സിൽ വെട്ടിയ മുടിയൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ സാധനം കാണാനില്ല. ഞാൻ എവിടെയെങ്കിലും സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ എന്ത് സാധനം അതിപ്രധാനമെന്ന് കരുതി സൂക്ഷിച്ചെടുത്ത് വയ്ക്കുന്നു അത് കാണാണ്ടാവും. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ ഒരു വട്ടം പറഞ്ഞതാണെന്ന് തോന്നൂലേ, ബട്ട് ശ്രീയാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. അത് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ അടിയിലെ കമൻറ്റ് ബോക്സിൽ ഒരു രസമില്ലടിക്കടാന്ന് പറയും. അപ്പോൾ നമുക്ക് നമ്മുടെ ദിവസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ടപ്പേന്ന് എഴുതി വയ്ക്കാം. ഇതെൻ്റെ എഴുതുന്ന പുസ്തകമാണ് ഗൈസ്. കണ്ട, മാനിഫെസ്റ്റ് യുവർ വിഷൻ. ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതി വയ്ക്കണം എന്നാണ്. നിങ്ങളിങ്ങനെ എഴുതുന്നവർ എഴുതി തുടങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഴുതി നോക്കുക. അന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവസാനം നമ്മൾ ഉറങ്ങണേക്കാളും മുന്നേ ചെയ്ത കാര്യങ്ങൾക്ക് നേരെ റേറ്റ് ഇട്ട് വയ്ക്കുക. അല്ലാത്ത കാര്യങ്ങൾ പെന്നിലേക്ക് അപ്പുറത്തെ ദിവസത്തിലേക്ക് എടുത്ത് എഴുതാം. കുറച്ചൊക്കെ നമുക്ക് സിസ്റ്റമാറ്റിക് ആവാൻ പറ്റും, മുഴുവനായിട്ടായില്ലെങ്കിലും. ഐ ഹാവ് 2 ബുക്സ്. ഒരെണ്ണം 2023, ഒരെണ്ണം 2024. ഇത് ചുവടാണ് കേട്ടോ. ചുവടാണ് ചുവട്. ചുവടുകളെ തളരരുതേ, കേട്ടിട്ടില്ലേ ആ ചുവട്? ഉയരങ്ങളിലേക്ക്. ഇതിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അതേ കണ്ടോ, ഈ വർഷത്തെ ആഗ്രഹങ്ങളിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണത്. വായിക്കാറായിട്ടില്ല, സമയം ഇനിയിപ്പോൾ 2 മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു മക്കളെ. അപ്പോൾ ഡ്രൈവിങ് പഠിക്കണം. ഡ്രൈവിങ് ഞാൻ നമ്മുടെ വണ്ടി ഓടിപ്പിക്കും. പക്ഷെ എനിക്ക് അത്രയ്ക്ക് 2 വീലർ എടുക്കാൻ വലിയ ധൈര്യമില്ലാത്ത ഞാൻ എന്താണ്, ചേച്ചിക്ക് വീട്, കാറ് പുതിയത് മേടിക്കണം, പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇത്ര ലെവൽ എത്തിക്കണം, അതൊന്നും ആയിട്ടില്ല. ഇൻസ്റ്റയിൽ ഇത്ര ആവണം, അതൊന്നും ആയിട്ടില്ല. വീടിൻ്റെ ലോൺ, പിന്നെ ശ്രീകുട്ടൻ്റെ പഠനം അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ചേച്ചിനെ ഏൽപ്പിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒരു വിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എഴുതാട്ടോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇത് വൈകുന്നേരം നമ്മൾ എഴുതാം. ഈ ചുവട് എന്ത് നമ്മൾ എഴുതി എന്ന് കുറിച്ച് വയ്ക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണ്ടേ. എന്നാൽ പിന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ അപ്ഡേഷൻ ആവാം ആദ്യം. ജോലിയൊക്കെ തുടങ്ങണേക്കാൾ മുന്നേ നമ്മുടെ പഴയ പ്രൊഡക്റ്റില്ലേ അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി വരാമെന്ന് വിചാരിച്ചു. ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു റിവ്യൂ കേട്ടോ. ഇത് നമ്മുടെ ഹിമാലയയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ടെർമറിക് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസർ ആണ് ഇത് യൂസ് ചെയ്ത്. ഇത് എത്രാമത്തെ പോട്ടില്ലാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് യൂസ് ചെയ്ത് ഇത്ര ആയപ്പോൾ തന്നെ ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ഞാൻ ഈ സെയിം പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ടാൻ അടിക്കുന്ന ഫേസ് ആണ് ഇപ്പോൾ സൺലൈറ്റ് ഒക്കെ കൊണ്ടിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകൾ, ചിരകാല സ്മരണകൾ നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മുടെ ഈ സ്കിന്നിന് ഒരു എന്താ പറയുക ഇവൻ ടോണില്ലേ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ലൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് തോന്നുന്നത് ഒരു 6-7 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല മാറ്റമുണ്ട്. എൻ്റെ ഒരു ഓയിലി സ്കിൻ ആയ കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പീരിയഡ്സ് ഒക്കെ വന്ന് പോകുമ്പോൾ ഈ പിമ്പിൾസ് ഒക്കെ ധാരാളം വരും. പക്ഷെ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അത് ഫേഡായിട്ട് പതുക്കെ ഇല്ലാണ്ടാവാറുണ്ട് കേട്ടോ. അതിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് ഇവനാണ്. ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. മാത്രമല്ല ഇത് നമുക്ക് നമ്മുടെ സ്കിൻ ഒരു ഇവൻ ടോൺ ആക്കാനും നല്ലൊരു ഉള്ളിൽ നിന്നുള്ള ഒരു തിളക്കില്ലേ അതുണ്ടാക്കാനും ഇവൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് സിറം എന്ന് പറയുന്നത് 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള ടെർമറിക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് കേട്ടോ. 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനമൈഡും ആണ് ഇതിൻ്റെ പ്രോഡക്റ്റ്. നമ്മൾ നാച്ചുറിൻ്റെ ബെസ്റ്റ് എന്ന് പറയില്ലേ അതാണിത് കേട്ടോ. ഹിമാലയയുടെ സ്വാരസ ടെർമറിക് ഓൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ വഴിയാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മഞ്ഞളിനേക്കാളും 100 ടൈംസ് ഇതിനുള്ള ഒരു ഗുണമുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും, ലൈറ്റ് വെയിറ്റ് ആണ്, എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ്, 100% നാച്ചുറലും ആണ്.
അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഡ്രോപ്പ് ആയിട്ടിട്ട് നമ്മൾ സർക്കുലർ മോഷനിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ വണ്ടർ ഉണ്ടാക്കുന്ന അറിയില്ല, ഒരു മാജിക്, അതാണ് കേട്ടോ ഈ പ്രൊഡക്റ്റ് ചെയ്യണത്. നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡൾനെസ്സൊക്കെ എന്താ പറയുക റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ റേഡിയൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് അടിപൊളിയാണ് കേട്ടോ. നമ്മളിത് 2-3 ഡ്രോപ്പ് നമ്മുടെ സിറം മുഖത്ത് ഇട്ടിട്ട് സർക്കുലർ മോഷനിൽ ദിവസത്തിൽ 2 വട്ടമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മസാജ് ചെയ്യുക, ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ മസാജ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ വെയിലൊന്നും കൊള്ളാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടില്ല. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുഖത്ത് ഇങ്ങനെ പുള്ളിയേൻ്റെ കുറച്ച് പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് ഇതാ ഈ കാണുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒത്തിരി എക്സ്പെൻസീവ് ഒന്നുമല്ല. നമുക്കിത് ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നമ്മുടെ ഈ പ്രോഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ നൈക്കയിലും ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 30% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഇതിന്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ മുഖം എല്ലാ ഭാഗത്തും ഒരുപോലെ തിളങ്ങിയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പല ഒരു സന്തോഷമില്ല അല്ലേ. അപ്പോൾ നമ്മുടെ മുഖത്ത് വന്നിട്ടുള്ള ടാനും അതുപോലെ തന്നെ കുരുക്കളുടെ പാടുകളും അതുപോലെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ട് ഇത് അടിപൊളിയാണ്. നിങ്ങൾ യൂസ് ചെയ്തോ, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ എന്നോട് ആരോ ചോദിച്ചായിരുന്നു നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കണ ഈ വിളക്കും കിണ്ടിയും അതുപോലെ തന്നെ ഈ കൊടിവിളക്ക് ഇവിടുന്ന് കിട്ടിയെന്ന്. ഇത് നമുക്ക് ഓണം കിറ്റിൽ 5 അയച്ചു തന്നില്ലേ, അതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. എനിക്കൊരു ഷോ പീസായിട്ട് ഇവിടെ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല ക്യൂട്ടല്ലേ. ഇന്ത്യയിലൊക്കെ തെക്കോട്ട് തിരിച്ചു വയ്ക്കാൻ പാടില്ല, എവിടേക്കോ തിരിച്ചു വയ്ക്കാൻ പാടില്ല എന്ന് അറിയില്ലേ. അത് അതുകൊണ്ട് ഞാൻ എന്താ കിണ്ടി കാണുമ്പോൾ കല്യാണരാമനിലത്തെ അച്ഛന് ഓർമ്മ വരാറുണ്ടല്ലേ. പക്ഷെ ആ വാക്ക് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരുപാട് പിള്ളേർ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ കിച്ചണിലേക്ക് കയറാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാഗ്യന് ഈ വക നാളികേരം അതുപോലെ തന്നെ ഉഴുന്ന്, കടുക്, ചെമ്മീൻ ഈ വിഭവങ്ങളൊന്നും പറ്റാത്ത കാരണം എൻ്റെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ തട്ടിക്കൂട്ടാണ് കേട്ടോ. പാല് നമ്മുടെ ജവാൻ്റെ കുപ്പിയിൽ കൊണ്ടുവരുന്ന കാരണം കുറേ ആയി ചേട്ടന്മാർ ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് ചെയ്യുന്നു, ശ്രീ കുപ്പി ഒന്ന് മാറ്റി പിടിക്കുന്നു. അങ്ങനെ ഞാൻ ചേട്ടന്മാരുടെ പ്രത്യേകിച്ച് ചേട്ടന്മാരുടെ അഭിപ്രായം മാനിച്ചിട്ടാണ് കേട്ടോ കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സെയിൽ നടക്കുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഞാൻ ഈ 600 രൂപയും കണ്ടായുള്ളൂ കേട്ടോ. ഒരു കുപ്പിക്ക് നമ്മുടെ ഇവിടെയൊക്കെ 230 രൂപയൊക്കെ വിലയുണ്ട്. അപ്പോൾ പാല് മേടിക്കാനായിട്ട് സ്റ്റീലിൻ്റെ കുപ്പിയല്ലേ നല്ലത്, നമ്മൾ അപ്പം തന്നെ എടുത്ത് ഉപയോഗിക്കുന്നതല്ലേ. ആദ്യം നോക്കേണ്ട കാര്യം എന്താണെന്നാണോ, കുറച്ച് വില കുറവിന് കിട്ടുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുമല്ലോ. ഞാനും നോക്കാറുണ്ട്. അപ്പോൾ വെള്ളം പോകുന്നതെന്നാണ് വെള്ളം പോകുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കിയത്. ഇതിൻ്റെ വില കണ്ടാൽ ഇട്ടുകൂട്ടെ നമ്മൾ 2500 രൂപയാണ്. ശ്രീകുട്ടിന് കൊടുത്തയക്കാം സ്കൂളിലേക്ക് വെള്ളം കൊണ്ട്. പിന്നെ ഒരെണ്ണം നമുക്ക് ഈ 2 മാറി മാറി പാലിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വയ്ക്കാം. ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം പതിവ് പോലെ തന്നെ, എല്ലാ അമ്മമാരുടെ പോലെ തന്നെ. ഞാൻ എന്നെ ഓരോക്കെ വിളിച്ച തമാശകൾ പറഞ്ഞിട്ട് ഞാൻ എന്നെ ചിരിക്കുകയാണ്. ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട് കേട്ടോ. അത് കണ്ട് ഞാൻ ചിരിക്കാറുണ്ട് കമൻറ്റ് ബോക്സിൽ വായിച്ചിട്ട്. അപ്പോൾ നമ്മൾ തട്ടിക്കൂട്ട് വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞുല്ലോ. നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ചായയിൽ ഒരു കാപ്പി കുടിക്കും മധുരം ഇതുകൊണ്ടാണ്ട് കാലത്ത്. ശ്രീകുട്ടനെ ഞാനത് ശീലിപ്പിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ഈ സവോളയും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ ചോപ്പർ കൂട്ടലിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മുട്ട നമ്മൾ ഒരു 3-4 മുട്ട നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്ക് 3 ആൾക്കും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട, അത് കാരണം കൊണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദന എടുക്കും. നിങ്ങൾക്ക് അങ്ങനെ തലവേദന എടുക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ പച്ചമുളകിൻ്റെ ഒപ്പമാണ് നമ്മളിട്ട് വഴറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടവരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ മസാലകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ ഇമ്പ്രവൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കുക്കിംഗ് നമ്മുടേതായ ലെവലിൽ എത്തുള്ളൂ. അപ്പോൾ ഞാനിത് എൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ അതിൽ നമ്മുടെ നൂഡിൽസ് മസാല ചേർക്കാറുണ്ട്, ഗരം മസാല ചേർക്കാറുണ്ട്, മീറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ പാലുണ്ടല്ലോ, പക്ഷേ മുട്ടയുണ്ടല്ലോ, മുട്ടയിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇതിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പെള്ളിമാണി പണ്ടിങ്ങനെ ഇത്രയ്ക്ക് കട്ടിയിൽ ഉണ്ടാക്കില്ല, അവർ ഭയങ്കര നൈസായിട്ടാണ് ഉണ്ടാക്കുക. നമ്മൾ ഒരുമിച്ച് പണി കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഇത്ര അധികം മുട്ടയിൽ ചെയ്തെടുക്കുന്നത്. അങ്ങനെ പാല് കൂട്ടി ഉപ്പ് കൂട്ടി നന്നായിട്ട് അടിച്ച് അത് നമ്മുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ വഴട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ്, ഇതിലേക്ക് ഇപ്പോൾ ക്യാരറ്റാ ബീട്രൂട്ടാ അല്ലെങ്കിൽ കാബേജാ അങ്ങനെ ബ്രക്കളിയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ എന്താ പറയുക കുരുമുളക് ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി മണവും അതുപോലെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചൊക്കെ വരാൻ വേണ്ടിയിട്ടേ നമ്മുടെ മല്ലിയിലയും ആ 2-3 കൊണ്ട് അടച്ചപ്പോഴാണ് സംഭവം ഒന്ന് സെറ്റായി അടഞ്ഞു വന്നത്. അങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ചപ്പോഴേക്കും ഈ കാണുന്ന അടിപൊളിയായിട്ട് ഇങ്ങനെ പൊന്തി വന്നൊരു സ്റ്റൈലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചില കാര്യങ്ങൾ എത്ര
എന്താ പറയുക, എത്ര പെട്ടെന്നാണ് കണ്ടുപിടിക്കുന്നതെന്നറിയോ? നമുക്ക് സൊല്യൂഷൻ വേണമെന്ന് പറയുമ്പോഴാണ് നമ്മളിതിന് കണ്ടുപിടിക്കുന്നത്. അതായത് എനിക്ക് എന്നും ഉപ്പുമാവ് തിന്ന് ഞാൻ മടുത്തപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു വിഭവം കണ്ടുപിടിച്ചത്. കാരണം ഉപ്പുമാവിൽ മാത്രമല്ല തേങ്ങയും കടുകും ഇടാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പുട്ടായാലും അപ്പായാലും ഉഴുന്നും കഴിക്കാൻ പറ്റില്ല, ഇഡ്ഡലിയും ദോശയും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അങ്ങനെ കുറച്ച് എഡിറ്റിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേട്ടന്മാർ ഒരു 7:30 ആയപ്പോൾ നമ്മുടെ പുതിയ പറമ്പിലേക്ക് പോകാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ശ്രീകുട്ടനെ കൊണ്ട് ഞാൻ ഇമ്മ്യൂണൈസേഷന് പോയി. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ വാഴ കൃഷി ഇനി കുറച്ചും കൂടി വിപുലമായ രീതിയിൽ നടത്താനുള്ള ശ്രമത്തിലാണെന്നുള്ളതിൻ്റെ ഒരു സൂചന ഞാൻ തന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വാഴ കൃഷിയുടെ ആരംഭം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ് ശ്രീകുട്ടാ. നമ്മളങ്ങനെ കാലത്ത് തന്നെ വന്നിരിക്കുന്നത് ഈ പക്ഷിപ്പറവക്കൂട്ടങ്ങളുടെ ഒപ്പം പറന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചിയാരത്താണ്. ചിയാരത്താണ് നമ്മൾ പുതിയ സ്ഥലം എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ പുതിയതായിട്ട് വാഴ വയ്ക്കാനൊക്കെ കൃഷി ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള സ്ഥലം കേട്ടോ. ഈ ഒരു പറമ്പ്, പിന്നെ അതിൻ്റെ അപ്പുറത്തെ പറമ്പ്, ഇതിന്റെ ഇങ്ങപ്പുറത്ത് വേറൊരു പറമ്പുണ്ട് പുല്ല് പിടിച്ച് കിടക്കുന്ന ഈ പറമ്പില്. ഇതിനൊക്കെ ഇനി വാഴ വയ്ക്കുന്ന രൂപത്തിലാക്കി എടുക്കണം. വാഴ വയ്ക്കുന്ന രൂപത്തിലാക്കിയാനുള്ള പണികൾ നടക്കുന്നു. കിറ്റാച്ചി നമ്മുടെ കണ്ണൻ വന്നിട്ടുണ്ട്. കണ്ണനെ ആരംഭിച്ചു, കുറച്ച് ചെയ്തു. ഇന്ന് ഉച്ചരിഞ്ഞല്ലോ എന്നല്ലോ. എത്ര ദിവസത്തെ പണി ഉണ്ടാവും? 3-4 ദിവസം എന്തായാലും കൊണ്ടൊന്നും തീരില്ല. 4 ദിവസം ഒന്നല്ല, ഒരു 5 ദിവസത്തെ പണി എന്തായാലും ഉണ്ടാവും വിചാരിക്കുന്നു. പറയാൻ പറ്റില്ല. കാട്ടുപയറൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ മുകളിലേക്ക് ഇപ്പൊ നമ്മൾ മണ്ണ് കോരി മറക്കുകയാണ് ചെയ്യണം. അപ്പൊ അതൊരു പച്ചിലവളായിട്ട് നമുക്ക് കിട്ടും ചെയ്യും, പറമ്പ് വൃത്തിയാവും ചെയ്യും. അതാണോ ചേട്ടൻ പറഞ്ഞ മധുരാശി? മധുരാശി ആ നിൽക്കുന്നതാ. കണ്ടോ ആ തെങ്ങിന്റെ അവിടെ അത്ര ദൂരം ഉണ്ട് കേട്ടാ. അതിന്റെ അപ്പുറത്തൊരു തോടാണ്. ആ തോട്ടിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അപ്പോ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും നീളമുള്ള ഒരു ഒറ്റവരി വാഴ വെക്കുന്നത് ഇപ്പോഴാട്ടാ. ഇത്രയും നീളമുള്ള പറമ്പിൽ ഇതുവരെ വാഴ വെച്ചിട്ടില്ല. നമ്മുടെ അവിടെയൊക്കെ വാഴ ഒരു 35 വാഴ 35 വാഴയൊക്കെ നിൽക്കുന്ന ഒരു വരിയൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അത്രയ്ക്ക് നീളം ഉണ്ടാവാറുള്ള സ്ഥലത്തിന്. ഇതിപ്പോൾ ഇവിടെ തൊട്ട് ആ അറ്റം വരെ എടുക്കാം. ഇതിലൊരു 60-70 വാഴയൊക്കെ ഒരു വരിയിൽ നിൽക്കുന്നു തോന്നുന്നു. അളന്ന് വെക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആകെ കാട്ടുപയറൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കാന കീറുന്ന മണ്ണ് എടുത്തിടുകയാണ് ചെയ്യണത്. എന്താ ഇപ്പുറത്ത് കിടക്കുന്ന മാതിരി സ്ഥലം കിടന്നിരുന്നു. ഇതുപോലെയാണ് കിടന്നിരുന്നതെന്ന്. അത് ഭയങ്കര അതൊരു മുള്ളാണ് കേട്ടാ. അതിനെയാണത് മുള്ളുണ്ടായില്ല കേട്ടാ. ഇതില് കാട്ടുപയറായിരുന്നു, നല്ല പച്ചിലവള അത്. അപ്പൊ അത് കാരണം നമ്മള് കാന കോരിയിട്ടുള്ള മണ്ണ് ഇതിന്റെ മുകളിലേക്ക് ഇടുന്നു. അപ്പൊ അത് നല്ലൊരു പച്ചിലവളായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. അപ്പൊ മൊത്തത്തിൽ ഞാൻ പറമ്പ് ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് വന്നതാ. ഈ പറമ്പ് ഫൈനലി നിങ്ങൾക്ക് വേറൊരു മുഖച്ചായയില് കാണാൻ പറ്റും. അത് തന്നെ, അത് തീർച്ചയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ മാറ്റം അവര് കൃഷിക്ക് വേണ്ടി ചെയ്യുക ഒരുക്കങ്ങള്. ഇങ്ങനെ എവിടെയെങ്കിലും പറമ്പുകൾ ഉണ്ടെങ്കിൽ ഭാഗ്യനെ സമീപിക്കുക. പറമ്പടി പൊളിയാക്കി തരുന്നതായിരിക്കും. പറമ്പിനൊരു ചൈതന്യം വന്ന പോലെയാ. പച്ചക്കറിക്ക് നല്ല വിളവോടുകൂടി നല്ലതായിട്ട് ഉഷാറായിട്ട് വളർന്നു വരുന്ന ഓരോ സമയങ്ങൾ. അല്ലാതെ അങ്ങനെ കാട് കയറി നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു സുഖമില്ല. നമ്മളുടെ ഒന്നും പറമ്പുകൾ നമ്മളങ്ങനെ ഇടാറില്ല. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ അജയേട്ടനാണ്. അജയേട്ടൻ ഗോൾഡിൻ്റെ ബിസിനസ്സൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ആൾക്ക് പറമ്പിൽ അങ്ങനെ കൃഷി കാര്യങ്ങളിലേക്കൊന്നും അധികം ശ്രദ്ധിക്കാൻ പറ്റാറില്ല. എന്നാലും ആളുടെ വൈഫൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ആളാട്ടാ. വീട്ടിൽ പച്ചക്കറിയും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ നല്ല പൂർണ്ണ മനസ്സോടുകൂടി ചെയ്തോ, ബാക്കി എന്താ വേണ്ട ചെയ്തോളാൻ പറഞ്ഞ് തന്നത്. അപ്പം ഞാൻ ആ അറ്റത്ത് പോയിട്ട് വരാം. അയ്യോ നോക്കിയ കിളികള് പോണോക്കിയേ. എന്തൊരു ഭംഗിയാ. ശ്രീകുട്ടൻ അച്ഛനെ നടന്ന് പോണം. കുറെ പണിയണം കേട്ടാ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗംഭീര പണിയേണ്ടി വരും. ഇങ്ങനത്തെ ഒരു പറമ്പിനെയാണ് അവർ കൃഷിയോഗ്യമാക്കി എടുക്കുക. എല്ല് മുറുകെ പണിയെടുത്താൽ പല്ല് മുറുകെ തിന്നാം എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അത് ഈ കൃഷിക്കാരുടെ കാര്യത്തിൽ സത്യമാണ് കേട്ടോ. നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വിളവ് കിട്ടും. ഇതാണ് അപ്പോൾ പറമ്പിൻ്റെ അങ്ങേ അറ്റത്ത് നിന്നുള്ള ഒരു വ്യൂ കേട്ടോ. ഭാഗ്യൻ്റെ വലിയ ഒരു പ്രതീക്ഷയും ആദ്യത്തെ ഒരു എന്താ പറയുക തുടക്കം കൂടിയാണ് ഇത്രയും വലിയൊരു കൃഷി ഇറക്കുന്നതിൽ. അപ്പോൾ ഭാഗ്യൻ്റെ വലിയൊരു സ്വപ്നവും അതുപോലെ തന്നെ പ്രതീക്ഷയും ഒക്കെയാണ് ഈ പറമ്പ്. പറയും ഭാഗ്യ, നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്റെ ഫാമിലി എന്നോടൊപ്പം ഉണ്ടാവണം, പ്രാർത്ഥിക്കണം. ഇതിൽ നിന്ന് കൊല വെട്ടുമ്പോ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നമുക്കറിയാം. നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അവരൊന്ന് ഓർമ്മിപ്പിക്കണ്ടേ? ഏതൊരു കർഷകന്റെയും ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് കൃഷി എന്ന് പറയുന്നത്. അത് തുടക്കം തൊട്ട് ഒടുക്കം വരെ. അത് പക്ഷെ പല കൃഷികളും ചില പ്രകൃതിയുടെ പല ഇതുകൾ കൊണ്ട് നശിച്ചൊക്കെ പോവാറുണ്ട് പലർക്കും. ഒക്കെ ദൈവാനുഗ്രഹം കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളങ്ങോട്ട് ആരംഭിക്കുക, അത്രേ ഉള്ളൂ. അല്ലേ ശ്രീകുട്ട?
ഏകദേശം ഒരു 7000 വാഴോളം നമ്മൾ ഈ വർഷം ഓണത്തിന്, അടുത്ത വർഷം ഓണത്തിനായിട്ട് വയ്ക്കുന്നുണ്ട്. ഇത് കൂടാതെ വേറെ ഒരു പറമ്പും കൂടിയൊക്കെ ശരിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ വയ്ക്കാറുള്ള സ്ഥലത്തൊക്കെ വാഴയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുക കൂടെ, അല്ലേ ശ്രീകുട്ട? ഭാഗ്യം പറഞ്ഞ പോലെ തന്നെ കൃഷി ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ വേറൊരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരട്ടെ. വരാട്ടാ, ഗംഭീര മരം, പടർന്നു നിൽക്കുന്ന തണൽ മരം, അതിൻ്റെ ചില്ലയും കൊമ്പുകൾ ഇറക്കുന്നു. അച്ഛനുണ്ട് താഴെ, അച്ഛൻ മാത്രല്ല ഏട്ടാ ഇറക്കണ ആള്, വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ ഏട്ടാ. നമസ്കാരം. അതെ, അപ്പൊ അതേ ഇവിടെ കണ്ണൻ ഒരു പറമ്പ് കഴിഞ്ഞല്ലോ അണ്ണാ, അടുത്ത പറമ്പ് ചെയ്തോണ്ടിരിക്കുക. വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കായ ഒക്കെ ഉണ്ട് കേട്ടാ. നമ്മളന്ന് കണ്ണൂക്ക് കൊണ്ടുപോയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ വാഴത്തോട്ടത്തിൽ പോവാണെന്ന്. അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, ആ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി വന്നപ്പോൾ. അപ്പം അന്ന് എടുത്തതാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ദിവസത്തേക്കാളും കുറച്ചും കൂടി ഭംഗിയായില്ലേ പറമ്പ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതെന്നേ ഉള്ളൂ. ഇതുപോലെ ആക്കിയെടുക്കും. ഹിറ്റാച്ചി വെച്ചിട്ട് കണ്ണനാണ് അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. പണ്ട് അങ്ങനെയല്ല കേട്ടോ. പണ്ട് ഇവിടെ നമ്മുടെ മാനുവലായിട്ട് മനുഷ്യന്മാരാണ് പണിതിരുന്നത്. ഇപ്പോഴാണ് മെഷീൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മധുരാശിമാരെ അങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന കാരണം കൊണ്ട് ഈ മരം നിന്നിട്ടുണ്ടെങ്കിൽ 100-200 വാഴകൾക്ക് വെക്കാനുള്ള സ്ഥലങ്ങൾ അണ്ടർ വരില്ലേ. അതായത് ഇങ്ങനെ എന്താ പറയുക, അണ്ടൽ വരിക എന്ന് പറയില്ലേ, നമ്മളിങ്ങനെ ചോല വരില്ലേ. അപ്പോൾ പിന്നെ വാഴകൾ നന്നാവില്ലല്ലോ. അപ്പോൾ ഈ മരത്തിൻ്റെ കുറച്ച് കമ്പൊക്കെ ഇറക്കി അവിടെ നിന്ന് 1-2 കായക്കൊല്ലകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭാഗ്യം പഴുപ്പിച്ച് ഇവിടെ അജയേട്ടന് കൊണ്ടു കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് കായക്കൊല്ലകളുമായിട്ട് വീട്ടിൽ പോകാം കേട്ടോ. വീട്ടിൽ നമുക്ക് ശാന്തമ്മയുണ്ട് പണിക്ക്. അപ്പോൾ ശാന്തമ്മയുടെ കൂടെ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടാ. ശാന്തമ്മനെ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ നമ്മുടെ ശാന്തമ്മ. ഇന്ന് വീടിന്റെ ബാക്ക് സൈഡ് വൃത്തിയാക്കലാണ് കേട്ടോ. എൻ്റെ ഈ കൈ ഇന്നലെ വണ്ടിയിൽ വന്ന് ചെറുതായിട്ടൊന്ന് വീണ് ഉളുക്കി. ഞാൻ ശാന്തമ്മേനെ വണ്ടി വന്ന് വീണില്ല, വണ്ടി ഇങ്ങനെ ചെരിഞ്ഞപ്പോൾ ഉളുക്കി. അപ്പൊ ഇന്ന് ശാന്തമ്മേനെ കൂട്ടി പിടിച്ചിട്ടുണ്ട്. ചേട്ടന്മാരെ ജമാകുപ്പികള് ശാന്തമ്മക്ക് കുറെ ഫാൻസ് ഉണ്ടെന്ന് പറയുന്നത്. ശാന്തമ്മ നാട്ടിലെ എല്ലാ വീടുകളിലേക്കും ഇതുപോലെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവാടുത്ത ചേച്ചിമാരാട്ടോ. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതല്ലേ. അപ്പം എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അത്രേ അവർക്ക്. അപ്പം അവർ സത്യം പറഞ്ഞാൽ ശാന്തമ്മ ചാനൽ കാണാറില്ലെങ്കിലും ശാന്തമ്മേനെ കണ്ടു എന്ന് അവർ പറയാറുണ്ടെന്ന്. അപ്പോൾ ആ വിശേഷങ്ങൾ എന്നോട് പറയാ പുള്ളിക്കാരി. നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നത് ശാന്തമ്മ വരുമ്പോഴാണ് കേട്ടോ. പിന്നെ ഇളയമ്മ ഡെൽസിയാൻ്റെ ഒന്നും ഞങ്ങൾ പുറത്തിറങ്ങാത്ത കാരണം കൊണ്ട് ഞങ്ങളുടെ ആ ഉള്ളിലുള്ള വിശേഷങ്ങൾ മാത്രമേ ഞങ്ങൾ അറിയാറുള്ളൂ. അങ്ങനെ ശാന്തമ്മ ഞാൻ വരുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സമയങ്ങളൊന്നുമില്ല ഉണ്ടാവാൻ. ചക്ക പൊട്ടാറായില്ലേ ഞാൻ പറഞ്ഞേ. 2 ദിവസം മുന്നേ നമ്മൾ ഉമ്മറം വൃത്തിയാക്കിയല്ലോ. അപ്പോൾ പിന്നാമ്പുറം ആകെ ഇങ്ങനെ പുല്ല് പിടിച്ച് കിടക്കായിരുന്നു. ഇനിയിപ്പോൾ വേനൽക്കാലമല്ലേ, വലിയ രീതിയിൽ പുല്ലൊന്നും മുളക്കില്ല. അപ്പോൾ ഞാൻ ദാ ഇവിടെ ശാന്തമ്മയുടെ കൂടെ നിന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു. കുറച്ച് ദിവസം മുന്നേ ശാന്തന്മാരെ വരണ്ടൽ കഴിയട്ടെ വെച്ചിട്ട് മിണ്ടാണ്ടിരുന്നതാ. കുറച്ച് ദിവസം മുന്നേ ഞാൻ വണ്ടി എടുത്തിട്ട് ശ്രീകുട്ടൻ്റെ കൂടെ പോയപ്പോഴേ എൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് തെന്നിയിട്ട് ഒന്നും പറ്റിയില്ല. വണ്ടി ഞാൻ സ്റ്റാൻഡും ഇട്ട് അങ്ങനെ വെച്ചതാ. വണ്ടി ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു. അപ്പോൾ ഞാനൊരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചതാണ്. എൻ്റെ റിസ്റ്റിൽ കുറച്ച് ഇങ്ങനെ ഒരു ക്ഷതം പോലെ വന്നു. അത് സത്യം പറഞ്ഞാൽ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ, വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ആ ദിവസങ്ങളിലാണ് ശാന്തമ്മ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ പിടിക്കാനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞാനിവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എന്നെ മടി പിടിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. പണ്ടത്തെ ഒരു എനർജി ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്യും. അന്നാ ശാന്തമ്മ പണിയെടുക്കണ കാണുമ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക, അയച്ചു കയറാന്ന് പറയില്ലേ, ആ ഒരു ഫീലായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റാവുന്ന കുഞ്ഞു പണികൾ ശാന്തമ്മരെ കൂടെ എടുത്ത് ഇങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇതിനെന്താണ് ചെടിയുടെ പേര് പറഞ്ഞില്ല ഞാൻ, ദൈവം ആ ചെടിയൊക്കെ നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. ടയറിലൊക്കെ വെച്ചിട്ട് അമ്മ വെച്ചിട്ട് പോയതാ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പറിച്ച് നട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കണ്ട അവരെ കൂടെ ചെയ്യാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് അടിച്ചു വരിട്ടതാണ്. ഇനിയിപ്പോൾ ഇത് വരാത്ത കാരണം കൊണ്ട്, മഴ വരാത്ത കാരണം കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പുല്ലുമുളക്കിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മുറ്റടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കിടക്കും. പിന്നെ എനിക്ക് എന്നും എപ്പോഴും മുറ്റടിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാലും എന്നും ഒന്ന് അടിച്ച് വരിടാനൊന്നും എനിക്ക് പറ്റാറില്ലടാ. കാരണം ചില ദിവസങ്ങളിൽ കാലത്തൊക്കെ ഞാൻ ചിലപ്പോൾ കടയിലേക്കോ അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിലേക്കോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവും വരുമ്പോൾ. അതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ ഉള്ള കാരണം കൊണ്ട് ചിലപ്പോൾ എപ്പോഴൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് സ്മൂത്തായിട്ടൊന്നും ലൈഫ് പോകാറില്ല. ഗഡുബടാണ്. എന്നാൽ എൻജോയ് ചെയ്യേണ്ടെന്ന് മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ, ശ്രീ
ഈ സ്പ്രേ എന്താണെന്ന്. ഇത് സത്യം പറഞ്ഞ കളനാശിനിയാണ്. അതായത് കളകൾ പോകാനായിട്ട് അടിച്ചു കൊടുക്കുന്നതാണ്. അത് വിഷമാണ്, മണ്ണിനും പൊട്ടയാണ്, പുല്ലൊന്നും മുളക്കില്ല, ചെടികൾക്കൊക്കെ പൊട്ടയാണ്. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ പുല്ല് മുളയ്ക്കാണ്ടിരിക്കാൻ വേണ്ടി അടിച്ചു കൊടുക്കണമെന്നുള്ള വിഷമായ കാരണം കൊണ്ടാണ് കേട്ടോ ഞാനത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാത്തത്. ആരും അത് അടിക്കേണ്ട. ഇവിടെ ഞാനൊരു കള്ളപ്പണി ചെയ്തു വയ്ക്കുന്നതാണ്. ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് ഒരു 6 മാസത്തേക്ക് അവിടെ പുല്ല് മുളക്കുകയില്ല. അപ്പം മറ്റായ കാരണം കൊണ്ട് കേട്ടോ, നമുക്ക് നേരമില്ലാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ചേട്ടന്മാർ ഈ വാഴയിലും അതുപോലെ തന്നെ വലിയ പറമ്പുകളിലൊക്കെ വരുന്ന ഒരുപാട് വലിയ വലിയ കളകളുണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാര്യം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കടയിൽ വെക്കുന്നതെന്നുണ്ടെങ്കിലും മണിനൊന്നും അത്ര വലിയ നല്ലതല്ല. അപ്പോൾ ഇവിടെ കുറച്ച് തീപ്പൊരി എന്ന് പറഞ്ഞിട്ടൊരു ചെടി ഉണ്ട് നമ്മുടെ ഇവിടെ. വേറെ എന്തെങ്കിലും പേര് പറയാമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മളൊരു ഫാഷൻ ഫ്രൂട്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമ്പോൾ ഒരു കായും ഉണ്ടാവണില്ല, പൂവുണ്ട്. അപ്പോൾ അത് പന്തലിട്ട് കൊടുക്കണം അത്ര, എന്നാൽ മാത്രമേ കായ ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങളത് ഫൈനലി ഞാനും ശാന്തമ്മയും കൂടി ഒരു കൊടുവാള് മേടിച്ചു കൊണ്ടുവന്ന് അത് വെട്ടി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അത് പോയപ്പോഴേ വീടിൻ്റെ പിന്നിൽ എന്തൊരു ഭംഗിയുള്ള ഒരു മുറ്റം നമുക്ക് കിട്ടിയെന്നറിയൂ. ഒരു കാട് അങ്ങോട്ട് ഇറങ്ങിയ പോലെ തോന്നി. കാര്യം ചെടികളൊക്കെ പച്ചപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്താ പറയുക, അസ്ഥാനത്താവുന്നത് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. മുറ്റത്തൊന്നും ഇത്ര വലിയ കാടൊന്നും വേണ്ട. ചെറിയ ചെടികളോ മുളക് തൈകളോ ഒക്കെ വെച്ച് പിടിപ്പിക്കാനുള്ളൊരു പ്ലാനിലാണ് ഇവിടെ. കുറച്ച് ഗ്രോ ബാഗുകൾ നല്ല ഭംഗിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള നമ്മുടെ പച്ചമുളക് ഉണ്ടായി കിട്ടും നമുക്ക്. അപ്പോൾ പച്ചമുളക് ഇങ്ങനെ ചെടികളൊക്കെ വെക്കാം എന്നുള്ളൊരു പ്ലാനിനാണ് ഞാനും ശാന്തമ്മയും കൂടി ഇതൊക്കെ വെട്ടി വൃത്തിയാക്കുന്നത്. തെങ്ങുണ്ടായി, നാളികേരം കിടന്ന് തെങ്ങായി. അങ്ങനെ അടിപൊളിയായിട്ട് മുറ്റമൊക്കെ വൃത്തിയാക്കി വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ നാളികേരം ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. ഇതിന് മുകളിൽ നിറയെ ചാക്കായിരുന്നു. ഇവിടെ നമുക്കിവിടെ കൃഷിയായ കാരണം കൊണ്ട് ഓരോ സാധനങ്ങളും ചേട്ടന്മാർ ഓരോ സ്ഥലത്ത് ഇട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ച ആയുധങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും ചാക്കും ഒക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എന്നേക്കുമായി മിസ്സായി പോകും. അങ്ങനെ മിസ്സായി പോയതാണ് കേട്ടോ എനിക്ക് ആ നാളികേരം. അത് സത്യം പറഞ്ഞാൽ നല്ലതായിരുന്നു, മുളച്ചു അവസാനം. എന്നാലും നമ്മളത് ഇനിയിപ്പോൾ വെട്ടി നമുക്ക് ഉണക്കാലോ, നമുക്ക് നാളികേരത്തിന് എടുക്കാമല്ലോ. പിന്നെ അതിൻ്റെ പൊങ്ങുണ്ടാവും, പൊങ്ങ് നമുക്ക് കഴിക്കാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളത് പറക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ ബാക്കിലാണ് മിക്കതും. നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ആര് വന്നാലും ബാക്കിലാണ് നമ്മളെല്ലാവരെയും കൊണ്ട് ഇരുത്തുന്നതും സംസാരിക്കുന്നതും. അതുപോലെ തന്നെ കാട് കാണാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടം അവിടെയല്ലേ. അപ്പോൾ നമ്മളിവിടെ വൃത്തിയാക്കിയിടേണ്ടത് അനിവാര്യമാണെന്ന് തോന്നിയപ്പോൾ ശാന്തമ്മനെ വിളിച്ച് നിർത്തിയതാണ്. പിന്നെ ഈ കൈക്ക് വേദനയുള്ള കാരണം കൊണ്ട് ഞാൻ പിന്നെ വലിയ റിസ്ക് എടുക്കാൻ നിന്നില്ല. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിരങ്ങുന്നുള്ളി സമുദ്രമാക്കുക എന്ന് പറയും. അതായത് ചിലപ്പോൾ 1-2 ദിവസം റെസ്റ്റ് എടുത്താൽ മാറാവുന്ന ചെറിയൊരു റിസ്റ്റ് പെയിൻ ഉണ്ടാവുള്ളൂ, അത് കൈവേദന ഉണ്ടാവുള്ളൂ. ഇത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി പാളിയാലോ എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ് ശാന്തമ്മനെ കൂട്ടിന് വിളിച്ചത്. ശാന്തമ്മ തൊഴിലുറപ്പിന് പോവേ. അപ്പോൾ തൊഴിലുറപ്പിന് 100 പണിയുണ്ട് അത്ര തൊഴിലുറപ്പിന്. ഇതൊക്കെ ശാന്തമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ആ പണിക്ക് 100 ഇത് ഒപ്പിക്കാമല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണിക്ക് വരാം, ബാക്കിയുള്ള ചേച്ചിമാർക്ക് ഇങ്ങനെ ഹെൽപ്പിനൊക്കെ പോകും ശാന്തമ്മ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ശാന്തമ്മ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന്. അങ്ങനെ നമ്മളിവിടെ പെയിൻ്റ് അടിക്കാൻ പോവാണ്. ശാന്തമ്മ വൃത്തിയാക്കട്ടെ ഇനി കുറച്ച് സൈഡ്. എനിക്കത് പറ്റുന്നില്ല, അങ്ങനെ കൈകൊണ്ട് വലിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ശാന്തമ്മനെ ഞാൻ ആ വശത്തേക്ക് തള്ളി വെച്ചിട്ട് നമുക്കിവിടെ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പച്ചമുളക് പാവിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ചോദിക്കാറില്ലേ പച്ചമുളകിൻ്റെ തൈ എങ്ങനെയാണ് ശ്രീജയ്ക്ക് കിട്ടുന്നത്, തെയ്യാണോ മേടിക്കാറ് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട്. ഒന്നുമല്ല, നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന പച്ചമുളക്, അതിപ്പോൾ ഏത് പച്ചമുളകായാലും ഞാൻ അതെടുത്ത് പാവി നോക്കും. പച്ചമുളക് മാത്രമല്ല, എന്തിനാ നമ്മുടെ കടയിൽ നിന്ന് മേടിച്ച അവക്കാട വരെ വലുതായി ഇപ്പം എൻ്റെ അത്രയും പോകുന്ന ഒരു മരമായിട്ട് നിൽക്കണത്. ഞാൻ പറഞ്ഞ ദിവസത്തേക്ക് അവക്കാട മേടിച്ചു വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം. എനിക്ക് അതിൻ്റെ ആ ഒരു ബട്ടർ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ആണ് കുറച്ച് നാൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത്. ഇവിടെ ഡെൽസി ആൻറ്റിക്ക് ഇളമ്മയ്ക്ക് ഒന്നും ഇഷ്ടമായില്ല കേട്ടോ, കാര്യം പറയാലോ. അപ്പോൾ അത് വരെ നട്ട് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാലത്ത് ഇനിയിപ്പോൾ നമ്മുടെ തലമുറകൾ അതൊക്കെ യൂസ് ചെയ്യാൻ പഠിച്ച് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അത് നട്ട് വെച്ച് അതും മുളച്ചിട്ടുണ്ട്. അതിൻ്റെ കായിൻ്റെ ആയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ 10 കൊല്ലം പിടിക്കണമെന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ തൈകൾ വെക്കുമ്പോഴേ, ഞാൻ ഒരു സ്പീഡില്ല വർത്താനം പറയണല്ലേ, എപ്പോഴും നമ്മൾ തൈകൾ വെക്കുമ്പോൾ നമ്മൾ ബഡ് ചെയ്തതോ ലെയർ ചെയ്തതോ ഒക്കെ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് കായ്ക്കും. അങ്ങനെ കാറ്റ് മാറി മാറി പോകുന്നതിനനുസരിച്ച് നമ്മുടെ കാടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന നിഴലുകളും മാറുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെയും നമ്മൾ നമ്മുടെ മൂവാണ്ടൻ്റെ തറയം അടിച്ചിട്ടുള്ള അതേ പെയിൻറ് തന്നെയാണ് അടിക്കാൻ പോണത്. ഒരു ഏഷ കളറാണ് അടിക്കാറുള്ളത്. അപ്പം എനിക്ക് ഈ കളർഫുള്ള് പെയിൻറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ മഞ്ഞയും പച്ചയൊക്കെ അടിക്കാൻ കിട്ടാത്ത കാരണം കൊണ്ടും ഒട്ടും ചേരില്ല എന്ന് തോന്നിയ കാരണം കൊണ്ടും പിന്നെ എൻ്റെ ചേട്ടന്മാർ വരുമ്പോൾ എന്നെ ചീത്ത പറയുന്നുള്ള കാരണം കൊണ്ടാണ്. ഭാഗ്യം പക്ഷെ ഒന്നും പറയില്ല കേട്ടോ. ഭാഗ്യം മോന് ഇഷ്ടമുള്ളതായിരിക്കും അതേ പറയുള്ളൂ.
വീടിൻ്റെ ഉള്ളിലാണ് പിന്നെ ആൾ എന്തെങ്കിലും ചെയ്ത് എന്തിനാ മോനെന്ന് ചോദിക്കുക. അതിൽ വിട്ട് ഒന്നുമില്ല പ്രതികരണങ്ങൾ. പക്ഷെ ചേട്ടന്മാർ പറയും നീ ഈ കളറൊക്കെ കൊണ്ട് ഇവിടെ അടിച്ചു വെച്ചിട്ട് ഈ പെണ്ണ് എന്ന് പറഞ്ഞാൽ ചീത്ത പറയും. അപ്പോൾ ഞാനത് കാരണം ഇവിടെ ആഷ് അടിച്ചില്ലേ, ഇന്ന് ഇത്തിരി അങ്ങോട്ട് ഒരു കളർഫുള്ളാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ലൈറ്റ് ഏതാടാ അതിൻ്റെ കളർ നീലമയ്ക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അടിക്കുമ്പോഴേ ചേട്ടന്മാർ ഇവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. കാരണം അവർ നല്ല ചെളി നല്ല കയറി വരിക. അപ്പോൾ അവരകത്തേക്ക് കയറിയിരിക്കുന്ന പരിപാടിയില്ല. ഇവിടെ മൂവാണ്ടൻ്റെ കടയ്ക്ക് ഇങ്ങനെ പിന്നെ നമ്മുടെ ആ പടിയുമ്പോഴൊക്കെ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഞാനും അവിടെയൊക്കെ തന്നെ ഇരിക്കുക കേട്ടോ. ഞാനും ശാന്തമ്മയും എല്ലാവരും നമ്മുടെ വീട്ടിൽ ആര് വന്നാലും എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുക ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു. വൃത്തിയാക്കിയിടല്ല, പെയിൻറ് അടിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ പച്ചമുളക് തട്ട് കൊടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് വേണ്ട വെള്ളീച്ച നോക്കുന്നത്, ഇതാണ് വെള്ളീച്ച. പണിയെടുത്ത് തുടങ്ങിയപ്പോഴേ പുളി ഇറങ്ങണം, പുളി. ഇത് വേണ്ട, ഇതാണ് വെള്ളീച്ച. ഈ ഈച്ചനെ നമ്മൾ കൊന്നില്ലെങ്കിൽ ഇതെല്ലാ ചെടിയുമ്പോഴേക്കും പടർന്ന് നമ്മുടെ ചെടി അങ്ങോട്ട് ഇല്ലാണ്ടാവും. അപ്പം നമുക്കിതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. എങ്ങനെ നശിപ്പിക്കും? പെയിന്റിങ് പണി ഇവിടെ ഒന്ന് ജസ്റ്റ് പെയിന്റ് അടിക്കണം എന്ന് വിചാരിച്ചിരിക്കണേ. രണ്ട് നമ്മുടെ ഈ സാധനം ഇല്ലേ, അതും ഒന്ന് പെയിന്റ് അടിക്കണം. അതും ഈ സിമെന്റ് കളർ പെയിന്റാ. അത് ഞാൻ ബ്ലൂവും കൂടി കൂട്ടി കലത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. സിമെന്റ് കളർ പെയിന്റ് ഒരു ഭംഗിയില്ല. എനിക്ക് ഇത്തിരി പച്ചയും ചുവപ്പും മഞ്ഞയും ഒക്കെ നിൽക്കണം. എനിക്ക് ഇത്തിരി കാണണം നമ്മൾ പെയിന്റ് അടിച്ച കാര്യം. ഇത് വലിയ ഭംഗിയൊന്നുമില്ല, കാണാം. അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നമുക്ക് അടിച്ചു നോക്കാം. കുഴപ്പമില്ല, ഇത്തിരി വെടുപ്പും വൃത്തിയാക്കണം. ഇവിടെ നമ്മളൊരു സിമെൻറ്റിൻ്റെ ഒരു ആഷ് കളറില്ലേ, അതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഈ അടിക്കുന്നത് ഇതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പെപ്പർമിൻറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും നമ്മൾ ആമസോണിൽ നിന്ന്. ഒരു തരം തൈലം പോലത്തെ ഒരു സാധനമാണ്. വിക്സ് പോലെയൊക്കെ ഒരു ഫ്ലേവറായിട്ടാണ് വരിക. അല്ലെങ്കിൽ വിക്സ് തൊട്ട പോലെയൊക്കെയാണ് അത് ഇരിക്കുക. ഇങ്ങനെ നല്ലൊരു ആവി പറക്കണ ഒരു ഫീലില്ലേ, അത് നമ്മൾ ഡെറ്റോൾ കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിലേക്ക് 3-4 തുള്ളി ഒഴിച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. പല്ലി വരെ ചത്തു പോകാറുണ്ട് കേട്ടോ. ഞാനതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് എളുപ്പമാണ്. ചത്തു പോവാറല്ല ചെയ്യാറെന്ന് തോന്നുന്നു, പല്ലിയുടെ ബോധം പോവാറ ചെയ്യാറെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പണ്ട് ഞാൻ ഹിറ്റ് അടിക്കുക ചെയ്യുക. അപ്പോൾ അവറ്റകൾ ചത്തു പോകുമല്ലോ, അപ്പോൾ പാവം ജീവിയല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഒരു വട്ടമൊക്കെ അങ്ങനെ ഒരു അബദ്ധം പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ ജനലുകളുടെ അവിടെ ഇവിടെയൊക്കെ കാഷ്ടിച്ച് വെക്കുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. ചില സമയങ്ങളിൽ കിച്ചണിലൊക്കെ നമ്മൾ മുകളിലൊക്കെ വന്നിട്ട് നമുക്ക് ഭക്ഷണങ്ങളിലേക്കൊക്കെ പോയാൽ കാണും കൂടി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം അടച്ചു വെക്കണം എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ചില ജീവികൾ അല്ലേ. അപ്പോൾ അതിനെ കൊല്ലാനും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാവല്ലേ, അപ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം അടിക്കുക. അപ്പോൾ ഒരു ഓടി പോകും, പിന്നെ ആവശ്യത്തേക്ക് വരികയില്ല. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമത്തെ വെള്ളീച്ചകളൊക്കെ പൂക്കോളും. മാത്രമല്ല നമുക്ക് അടിപൊളിയായിട്ട് പിന്നെ പൂക്കൾ ചെടി വൃത്തികേടാവാത്ത രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഷ് കളർ പെയിൻറ്റ് എല്ലായിടത്തും കൊടുത്ത് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പുതിയ വീട് പോലെ ആക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പെയിൻ്റ് അടി ദൗത്യം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കുട്ടികളെ. ഇനി പിറ്റേ ദിവസം നമുക്ക് അടുത്ത വശം ഇതുപോലെ തന്നെ ശാന്തമ്മ വൃത്തിയാക്കാൻ വരുമ്പോൾ ശനിയാഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശാന്തമ്മ. അവിടെ നമുക്ക് വൃത്തിയാക്കാം കേട്ടോ. വീടിൻ്റെ ഓരോരോ സ്ഥലങ്ങൾ ഓരോരോ ദിവസങ്ങളായിട്ട് വൃത്തിയാക്കുമ്പോഴേ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ സമയത്ത് ആ വീട്ടിൻ്റെ ഉള്ളിലത്തെ വീട്ടമ്മമാരെ അത്ര വിലയിരുത്തുക. ശാന്തമ്മ പറഞ്ഞതാണ് എനിക്ക്. അതായത് വീടും പരിസരമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടമ്മമാരെ എത്ര വൃത്തിയും വെടുപ്പുള്ളതാണെന്ന് വിലയിരുത്തുന്നു. ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊന്നും ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റുന്നില്ല ശാന്തമ്മ എന്ന് പറഞ്ഞ് ഞാൻ കുറേ നേരം ആളുടെ അടുത്ത് ആർഗ്യൂ ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ആൾ ഇട്ട് തരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി നമ്മൾ വീടൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതൊക്കെ വീട്ടിലത്തെ നമ്മുടെ മാത്രം കടമയല്ല, വീട്ടുകാരെയും കൂടെ കടമയാണെന്നുള്ള കാര്യം തോന്നി. അങ്ങനെ ഫൈനലി നമ്മൾ ഈ വരുന്ന ഈ പടുക്കുണ്ടല്ലോ അവിടെ നമ്മൾ ഈ ആഷ് കളർ തന്നെയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളങ്ങനെ അടിക്കുമ്പോഴേ ഈ ഒരു പൂപ്പലുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് കളഞ്ഞിട്ട് അടിച്ചോളോട്ടോ. എനിക്ക് ഈ പെയിൻ്റ് അടിക്കൽ മാത്രമാണ് ഒരു പണി. അത് കാരണം കൊണ്ട് പൂപ്പലൊക്കെ അവിടെ നിന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പൂപ്പലോടെ അങ്ങോട്ട് പൊളിഞ്ഞു പോരും ആ പെയിൻറ്റ്. അപ്പോൾ വീണ്ടും അടിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എല്ലായിടത്തും പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ അഭിപ്രായം പറയൂ. പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബ്രഷ് നമ്മൾ കഴുകി വെക്കണം. അതുപോലെ തന്നെ പാത്രങ്ങളും കഴുകി വെക്കണം. ഏതൊരു പണി കഴിയുമ്പോഴും നമ്മൾ ഉണ്ടിട്ട് കൈ കഴുകണ പോലെയാണ് അത്ര പണി ആയുധങ്ങൾ കഴുകി വയ്ക്കുക. ഇവിടെ ചേട്ടന്മാർ വന്ന് പറഞ്ഞ ഒരു ഉപദേശമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും വൃത്തിയൊന്നും ആക്കിയിട്ടില്ല, ഓരോ സൈഡിലാണ് വൃത്തിയാക്കിയിട്ടുള്ളൂ. അടുത്ത ശനിയാഴ്ച വരുമ്പോൾ ബാക്കി സ്ഥലം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ചെടികൾ മുഴുവൻ വെട്ടിക്കളയുന്നു ശാന്തമ്മ. ആ പൂവുള്ളത് വെട്ടണ്ട, ബാക്കിയുള്ളത് വെട്ടിക്കോ.
വീട് പണിത അന്ന് തൊട്ടേ നമ്മൾ ചെടികൾ വെക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ചെടികൾ എന്ന് പറയുമ്പോൾ സാധാരണ ചെടികളല്ല, പഴച്ചെടികളാണ് നമ്മൾ കൂടുതലും വെച്ചിട്ടുള്ളത്. മാവാണ് കൂടുതലും. അത് പലതരത്തിലുള്ള അൽഫോൺസ, പിന്നെ മൂവാണ്ടൻ നമുക്ക് വലുതുണ്ടല്ലോ, പിന്നെ പ്രിയൂര്, കൊളമ്പ്, അങ്ങനെ സുന്ദരി, അങ്ങനെ ഒരുപാട് മാങ്ങകൾ, നീലൻ, അങ്ങനെ ഒരുപാട് മാവുകൾ നമ്മൾ വെറൈറ്റികൾ വീടിൻ്റെ ചുറ്റും വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ഒന്നും പിടിച്ചിട്ടില്ല, 1-2 പോയി, ബാക്കി ഒരു 5-6 തരത്തിലുള്ള മാവുകളുണ്ട്. ചാമ്പകളുണ്ട്. ഇതിപ്പോൾ ശാന്തമ്മ വെട്ടുന്നത് ചാമ്പയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് വീടിൻ്റെ ചുറ്റും ഇങ്ങനെ തണലില്ലാത്ത ബുദ്ധിമുട്ടുണ്ടോ ശ്രീന്ന്. ഇതൊക്കെ വലുതാവുമ്പോൾ തണലാവൂലോ. നമ്മുടെ വീട് കാണാൻ വരുന്നവരാണ് കൂടുതലും ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ചെടികളെ മാത്രമാണ് അവർ കാണാറുള്ളത്. ഇത് വലുതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാണാറില്ല. വലുതാവും എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൂവാണ്ടൻ്റെ കടയിൽ നമ്മൾ കല്ല് വെച്ച് കെട്ടിയില്ലോ, അതുപോലെ ഇതിനൊക്കെ കെട്ടണം. പിന്നെ ഭാഗ്യന് എവിടെ സ്ഥലം കണ്ടാലോ അവിടെ കൊണ്ട് വാഴ വയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഭാഗ്യന്. ഞാനില്ലാത്ത സമയം നോക്കിയിട്ടാണ് ആളത് ചെയ്യുക. ഞാനുണ്ടെങ്കിൽ ചേട്ടന്മാരോട് ഞാൻ പറയും ചെയ്യരുതെന്ന്. അപ്പോൾ ചേട്ടന്മാർ ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇല്ലാത്ത സമയം നോക്കി ആൾ വാഴ വയ്ക്കും. എവിടെ എല്ലായിടത്തും കൊണ്ട് വാഴ വയ്ക്കും. അപ്പോൾ ഇത് രഘുവേട്ടനും സദേട്ടനൊക്കെ ഉള്ള സമയത്ത് വെച്ചിട്ടുള്ള വാഴയാണ് കേട്ടോ. അവരൊക്കെ ഇപ്പോൾ വേറെ പണിക്ക് പോവാണ്. അത് കാരണം വേറെ ചേട്ടൻ വീട് പണിയുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ, വീട് പണികൾ നടക്കണ്ടേ. അപ്പോൾ അവർ ആ പണിക്കാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവരെ കാണാത്തത് കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 4 മണിയായപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ചോറും കൂട്ടാനും ഒന്നും വെച്ചില്ല അല്ലേ, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അമരപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു, പരിപ്പ് കറി ഉണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. പിന്നെ 4 മണിയായപ്പോഴേക്കും ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി ശാന്തമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുമൊക്കെ ഷൂട്ടിങ്ങിലും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴേ ഒന്നും നടക്കില്ല കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മൾ നാട്ടുവിശേഷങ്ങൾ പറയുന്നത്. ഒരുവിധം നാട്ടുകാര്യങ്ങളൊക്കെ പറയും എന്നോട്. അവിടെ കണ്ട വിശേഷം, ഇവിടെ കണ്ട വിശേഷം, ആ വീട്ടിൽ പണിക്ക് പോയപ്പോൾ മോളെ അന്വേഷിച്ചു, ഈ വീട്ടിൽ പണിക്ക് പോയപ്പോൾ മോളെ അന്വേഷിച്ചു എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ വന്ന് പറയുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഇന്നത്തെ നീണ്ട പ്രയാണം കഴിഞ്ഞ് വലിയൊരു പപ്പകായ, ശാന്തമ്മേനേക്കാളും വലിയ പപ്പകായായിട്ട് ശാന്തമ്മ പോവാ. ഇനി എന്താ വരിക? മറ്റന്നാ ബാക്കി പണിക്ക് ശാന്തമ്മ വരും. അപ്പോഴേക്കും എൻ്റെ അടുത്ത ബാച്ച് ചേട്ടന്മാരെത്തി. അവരെന്തിനാ വരുന്നതെന്നറിയോ? പാവയ്ക്ക പൊട്ടിക്കാനും കയ്പക്കായ, അതായത് കയ്പക്കായും പാവയ്ക്ക ഒന്നല്ലേ അല്ലേ, അത് പൊട്ടിക്കാനും പടവലങ്ങ പൊട്ടിക്കാനും കായം മുറിക്കാനും ഒക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഞാൻ അപ്പോഴേക്കും ഈ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആയിരിക്കുന്ന വലിയ പാത്രത്തിലത്തെ തുണികൾ മുഴുവൻ മടക്കാനുള്ളതാടോ. എന്തോരം തുണികളായിരുന്നു. അതൊക്കെ മുഴുവൻ മടക്കി വെച്ച് നമുക്ക് ബാക്കി ചേട്ടന്മാരുടെ കൂടെ പറമ്പിൽ പോവാം. കായ വെട്ടാൻ വേണ്ടിയിട്ടും പിന്നെ പടവലങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പോവാം കേട്ടോ. നേന്ത്രക്കായാണ് കേട്ടോ ചാക്കിൻ്റെ ഉള്ളില്. കൊല പൊതിഞ്ഞു കൊണ്ടുവരുന്ന ഭാഗ്യം. ഭാഗ്യം ഇത്ര വണ്ണമൊന്നുമില്ല. വീഡിയോയില് ഭയങ്കര വണ്ണം കാണുന്നത്. എത്ര പേരെ പറയാന്നറിയോ? അപ്പൊ എന്താ കാരണം? അത് മോനെന്റെ വയറ് കാണിച്ചു പിടിക്കുന്ന കൂലിങ്ങണ് ക്യാമറ ഭാഗ്യന് ഒട്ടും തടിയില്ലാത്ത ഒരാളാണ്. വയറ് മാത്രമാണ് ഉള്ളത്. ഞാൻ അതൊരു ആംഗിളിൽ നിന്ന് പിടിക്കുന്ന കാരണം കൊണ്ടാണ് അത്രയും അധികമായിട്ടുള്ള വയറ് ഫീൽ ചെയ്യുന്നതാണ് ഭാഗ്യം പറഞ്ഞത്. വാഴ വെട്ടുന്നത് കണ്ടിട്ടുണ്ടോ? നല്ലൊരു സ്കില്ല് വേണം കേട്ടോ വാഴ വെട്ടാൻ വേണ്ടിയിട്ട്. നടുവിൽ വെച്ച് വെട്ടി വാഴയുടെ തല ഇങ്ങോട്ട് പുറത്തേക്ക് ആക്കിയിട്ട് ഭാഗ്യം വെട്ടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നടുവിൽ വാഴനൊരു വെട്ട് വെട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇതൊന്നും കളയണമെന്നൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അത് കളഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ വെച്ച് വെട്ടുമ്പോൾ അടി ഇങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് വീഴും. അങ്ങനെയാണ് കായ വെട്ടുന്നത്. നല്ല മൂർച്ച വേണം കേട്ടോ വെട്ടോത്തേക്ക്. ഒരാഴ്ച മുമ്പ് നമ്മൾ വെട്ടിക്കളഞ്ഞ സാധനത്ത് വേണ്ട വീണ്ടും കൊലകൊലയായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇരുമ്പുള്ളിയുടെ കൊമ്പ് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിൻ്റെ തടിമ നിറച്ച് ഇരുമ്പുള്ളി ഉണ്ടാവും. ഇരുമ്പുള്ളിയുടെ പൂവിന് ഭയങ്കര മണവും ഭയങ്കര ഭംഗിയാ. മുമ്പിലേ ഒരു കുറച്ച് കദളിവാഴ വെച്ചിട്ടുണ്ട്. കദളിവാഴ കൃഷി വിപുലമായിട്ട് ചെയ്യണം. പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചാണ്. അതൊക്കെ നന്നായിട്ട് ഉണ്ടായി. ഇതേ ഇപ്പോൾ കൊലച്ചു. 2 കദളിവാഴ കൊലയുടെ ഇടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ക്യാമറക്കാരോട് ഭയങ്കര കാണാനില്ല. കാണാല്ലേ? ഇപ്പൊ കാണാണ്ട്. കദളി വാഴ കയ്യിലിരുന്ന് പാട്. അച്ഛൻ പാടാറുണ്ട് പണ്ട്. പാട്. കദളി വാഴ കയ്യിലിരുന്ന്. തേനുണ്ടോ നോക്കി നോക്കിയേട്ടാ തേൻ. തേനൊക്കെ കിളികൾ കുടിച്ചു പോയിന്നുണ്ട്. ഇവിടെ തേൻ പോയിട്ടോ. അത് വാഴക്കൊടപ്പന തന്നെ കാണുന്നത് ഭാഗ്യ. കൊക്ക് നീളമുള്ള കുരുവികളില്ലേ, അത് വന്ന് ഈ തേനൊക്കെ കുടിച്ചിട്ട് പോകും. നമുക്ക് പപ്പായ പുതിയ സെക്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട് പറമ്പിന്റെ ചുറ്റും. അതിൽ കായ്ച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇതിലെ വാ. കൊലക്കാറായി. കൊലച്ചു. കൊലക്കൂമ്പ് ദേ വന്നിട്ടുണ്ട്. ഈ വാഴ കൊടപ്പിലാക്കുന്നെന്ന് പറഞ്ഞൊരു വാഴയാണ്.
കുഴപ്പമുണ്ടാവില്ല. ആ കുടപ്പനുണ്ടാവില്ല ഈ വാഴയ്ക്ക്. കുടപ്പനുണ്ടാവും, പക്ഷെ അത് ലാസ്റ്റ് എങ്ങനെയാണെന്ന് കാണാം, നമുക്ക് കാണിച്ചു തരാം. ആ മറ്റേ നീണ്ട് ഇങ്ങനെ പോണത് അല്ലേ, ആ സാധനമാണ്. അത് നമ്മുടെ നാട്ടിൽ തീരെ ഇല്ലാണ്ടായി. ഇപ്പൊ മുമ്പൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നാണ്, ഇപ്പൊ അത് തീരെ ഇല്ലാണ്ടായി. ഭയങ്കര ടേസ്റ്റ് ഉള്ള പഴമാണ്. അപ്പൊ കന്ന് ഉണ്ടായി, അപ്പോൾ അതിനെ സംരക്ഷിച്ച് കൊണ്ടുവരികയാണ്. അതിനിപ്പോ വേറെ ഇല മുളച്ച് വേറെ കന്നുകൾ ഉണ്ടാവുന്നുണ്ട്. ബെസ്റ്റ് പഴമാണ് കേട്ടോ. അത് കാരണം ആഗ്രഹിച്ച് മുറിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് അത്. നാളെ അല്ല, നമുക്ക് പിന്നെ ഒരു ദിവസം പറിക്കാം, എല്ലാവരും ഉള്ളപ്പോ പറിക്കാം. നല്ലത്. ഇത് 2 കട വെറുതെ കൊണ്ട് കുഴിച്ചിട്ടതാ. തണ്ടെടുത്ത് വെക്കാല്ലേ നമുക്ക്. തണ്ടോണ്ട് വേറെ കൂടുതൽ ഉണ്ടാക്കാം. പിന്നെ നമ്മളിത് ഒരു 6 മാസം 7 മാസമായി നട്ടിട്ടുണ്ടായ പപ്പായ. പുതിയ സെക്ഷനാണത്. പറമ്പിന്റെ ചുറ്റും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ പപ്പായ കൃഷിയായിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുമ്മ കായ ഉണ്ടായില്ലേ, ഇതാണ് ഇത്തിരി കൂടെ വലിയ കായ. കണ്ടോ, തലേക്കാളും വലിയ കായ. തലേക്കാളും വലിപ്പമൊന്നുമില്ല, എന്നാലും നല്ല തലേക്കാളും വലിപ്പം ഉണ്ടായിന്. ഇല്ല മോനെ, ഉണ്ട് മുത്തിന് തോന്നുന്നത് വെച്ചാ അങ്ങനെ വെച്ച തലേക്കാള്. അവിടെ നിക്കട്ടാ, ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടാ, ഞാൻ കാണിച്ചു തരാട്ടാ. നീലാകാശല്ലേ? നീലാകാശല്ല, ചക്ക ഉണ്ടായി. തലയ്ക്കു മോളിൽ ചക്കക്കുലകൾ. പഴുത്ത് കഴിഞ്ഞാൽ തലയിലേക്ക് വീഴും. പക്ഷെ ഇപ്പൊ പഴുക്കേണ്ട സമയമായിട്ടില്ല. നമ്മളൊരു 10-12 കട പ്ലാവ് ചിറ്റോടി. ഇതൊക്കെ ഞാൻ അവരോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പോവാ, അപ്പൊ ഇത് വെച്ചതൊക്കെ ഞാനാണ്. ഞാനാണ് ചക്ക മുഴുവൻ വെച്ചത്. ഇപ്പൊ ചക്കയുടെ സീസൺ അല്ല, സീസൺ കഴിഞ്ഞു. ഇത് പഴുക്കുമ്പോഴേക്ക് ഇത്തിരി കൂടെ കഴിഞ്ഞിട്ട് 1 മാസം കൂടെ കഴിയുമ്പോഴേക്ക് ഇത് പഴുക്കും. ഇതിനിടയ്ക്ക് നമുക്ക് പഴുത്ത ഒരു ചക്ക കിട്ടിയായിരുന്നു കേട്ടാ. നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ, ചക്ക ഉണ്ടായിട്ടുണ്ട്. നമ്മള് നമ്മുടെ ക്യാമ്പിൽ ഇതൊക്കെ സെയിൽ ചെയ്യും. എന്നിട്ട് കാണിക്കുന്നു താഴ്ത്തിരുന്നിട്ട്. തലൂര് വീടിന്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുള്ളതാ. അതായത് അതായതൊന്നും പറയണ്ട, എനിക്ക് പുതിയ ആൾക്കാർക്ക് അറിയില്ല, പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ആ വീടിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. നമ്മൾ ചെന്നപ്പോ സപ്പോട്ട ആദ്യമായിട്ട് നാട്ടിൽ കായ്ച്ചു നിൽക്കുന്നത് ഞാൻ തലൂര് വീട്ടിലാണ് കണ്ടിട്ടുള്ളത്, ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. അതിന് മുമ്പ് ഇവിടെ ഞാൻ സപ്പോട്ട കായ്ച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ? നമുക്ക് എന്നും സപ്പോർട്ട് ഉണ്ടാവൂല്ലോ. 9 വർഷം മുമ്പ്. അപ്പൊ അവിടെ നിന്ന് പോന്നപ്പോ ഇവിടെ വീട് പണി കഴിഞ്ഞപ്പോ നമ്മള് ഒരു സപ്പോട്ട മരം നമ്മുടെ അവിടെ വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു വെച്ചാണ്. ഇതിപ്പോ ഇത്രയ്ക്കായി. കഴിഞ്ഞ വർഷം കായ്ച്ചിരുന്നു, ഇപ്പൊ കായ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്നും കഴിച്ചാലും നമുക്ക് കായ കിട്ടില്ല കേട്ടാ, അവിടത്തെ പോലെ അല്ല. ഇവിടെ കിളികളും മയിലും. അല്ല, അത് പറഞ്ഞതാ ഞാൻ. ഈ പപ്പായകൾ തന്നെ പലതരം ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന പപ്പായ ഭയങ്കര നീളനാട്ടാ. അത് തരം മാറിയിട്ടല്ല, ഈ ചോലയുടെ ഉള്ളിലായ കാരണം പപ്പായ മരം കോല് പോലെ പോയിക്കണം. കണ്ട, ഹൈറ്റിൽ നല്ല തടി കുറഞ്ഞിട്ട് പോയിക്കണം. അങ്ങനെ ഉണ്ടായിട്ടുള്ള. ഇത് നോക്കിയാ ഉണ്ടുമണിയുള്ളു. ഇതുണ്ടുമണി. പക്ഷെ ഒരു കാര്യം പറയട്ടെ മുത്തേ, ഞാൻ എന്നോട് പറയേ, അവിടെ തലൂരുള്ള അയൽപ്പക്കാര് പറയുന്നറിയോ, നിങ്ങൾ പോന്നപ്പോ തന്നെ അതുമ്മ കായ ഉണ്ടാവാറില്ലെന്ന്. വളരെ കുറച്ചെങ്ങാണ്ട് ഉണ്ടാവാറില്ല. നമ്മളെപ്പോ പോയാലും കാണാറില്ല. നമ്മളുള്ളപ്പോഴാണെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് ആയായിരുന്നു. ഇവർക്കൊക്കെ ജീവനുണ്ട് കേട്ടാ, ജീവനുള്ളതാണ് ഓരോ സസ്യങ്ങളും. നമ്മൾ പറയണത് മനസ്സിലാവണ്ടോന്നൊന്നും അറിയില്ല, എന്നാലും ഇങ്ങനെ വളരുണ്ടല്ലോ. തെളിയിക്കാനൊന്നും പറ്റിയിട്ടില്ല എല്ലാവർക്കും. മനസ്സിലാവുണ്ടോ മനസ്സിലാവണില്ലേ എന്നുള്ള കാര്യം. അതായത് നമ്മൾ വിശ്വസിക്കുന്നു ഇവർക്കൊക്കെ ജീവനുണ്ട് എന്ന്. ഇതെന്താ ചോന്നിക്കണേ? ഇത് കദളി വാഴയാണ്. ഓക്കെ ഓക്കെ. അല്ല, ഈ വാഴ വേറെയാ. മറ്റേ ചാനാണോ ചോപ്പ? സ്വർണ്ണമുഖി എന്ന് പറഞ്ഞ വാഴയാണിത്. കുറച്ച വെച്ചിട്ടുള്ളത്. നമ്മള് 10-20 കട സ്വർണ്ണമുഖി വെച്ചിട്ടുണ്ട്. ഇതാ ടിഷ്യൂ വാഴയോള. ടിഷ്യൂ കൾച്ചറാണ്. ആദ്യമായിട്ട് ടിഷ്യൂ കൾച്ചർ വാഴ വെക്കണത്. ഇവിടെ കണ്ട കടയ്ക്ക് തന്നെ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്ലാവുകളും ഉണ്ട് കേട്ടോ ചക്ക. ഇത് കേടാവും ചെയ്തു വരണം. പൊട്ടിച്ച എല്ലാം അങ്ങനെ ഉണ്ടായാലല്ല നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. കേടായി. അത് ഇതുമ്പോ മുട്ടി നിന്നിട്ടാ കണ്ട കേടാ. ഓ, എന്തോരം ചുളകൾ ഉണ്ടാവണ്ടതല്ലേ. ഉണ്ടായിട്ട് മുകളിലൊക്കെ കണ്ട. മുമ്പുണ്ടായ ചക്കയുടെ ഞെട്ടി ഉണങ്ങി പോയിട്ടില്ലേ കണ്ട. ഇതാണ് ഞെട്ടി. അപ്പോഴേക്കും അടുത്തത് കാച്ചു കണ്ട. ഇവിടെ പപ്പായ ഉണ്ട്, ചുറ്റുണ്ട്. എന്തൊരു ഇൻട്രസ്റ്റ് അല്ലേ ആൾക്ക്. വീടിന്റെ ചുറ്റും കുറച്ച് വെച്ചുണ്ടാക്കിയിട്ടുണ്ട് പപ്പായ. അത് മാത്രല്ല, അവിടെ നമ്മുടെ പൊക്കത്തെ പറമ്പിലുണ്ട് ചുറ്റും. ഇതൊക്കെ നിങ്ങളെ കാണിച്ചാറില്ലാണ് ഭാഗ്യന്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതാണോ ഭാഗ്യം? കച്ചവടക്കാരനാണെങ്കിലും കൃഷിനെ ഭയങ്കര ഇഷ്ടമാണ്. കൃഷി നമുക്ക് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത് സമയം ഉണ്ടാക്കി ചെയ്യണതാണ്. പക്ഷെ ഇത് വരുമാനം കൂടിയാണ് കേട്ടോ. നമുക്ക് കടയുള്ള കാരണം ഇത് നല്ല വരുമാനമാണ്. ഇപ്പോൾ ഒരു പപ്പായ കടയിൽ കൊണ്ടുപോയാൽ നമുക്ക് 1 കിലോ 50 രൂപ വില കിട്ടും. പക്ഷെ ഒരു സാധാരണ കൃഷിക്കാരൻ കൊണ്ടുപോയാൽ ചിലപ്പോൾ അത് എടുക്കാൻ ആളുണ്ടാവില്ല. ചിലപ്പോൾ 20 രൂപ 25 രൂപ വില കിട്ടുള്ളൂ. നമുക്ക് ഇരട്ടി വില കിട്ടും നമ്മുടെ കടയിൽ സെയിലാക്കുമ്പോൾ. പിന്നെ മേടിക്കുന്ന കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല സാധനം നമ്മുടെ തോട്ടങ്ങളിൽ ഉണ്ടാവുന്നത് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. അവർക്ക് ഇതൊന്നും ഇതാവേണ്ട ഏറ്റവും നല്ല സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ
വീടിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ ചെട്ടുമല്ലിത്തോട്ടം ഇപ്പുറത്തെ സൈഡിലുണ്ട്, വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പുല്ല് വെട്ടി കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പൊന്തി വരുന്നത്. ഇതാണ് നമ്മുടെ വീട്, ഇതിൻ്റെ പിന്നിലാണ് നമ്മുടെ കാട്. നിങ്ങൾക്ക് ഏകദേശം ഒരു സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ദേ കണ്ടോ, അങ്ങ് ചക്രവാളങ്ങൾക്കപ്പുറം ഒരാളെ കണ്ടോ? ഇത് കാണൂ, ഓരോരോ കുലകളുടെയും ഉടുപ്പുകൾ അഴിച്ചു മാറ്റുകയായിരുന്നു അവൻ. സുഹൃത്തുക്കളെ, ചക്രവാളങ്ങൾക്കപ്പുറം സൂര്യൻ അഗാധമായ കടലിലേക്ക് താണിറങ്ങുമ്പോൾ കായക്കുലകളുടെ ഉടുപ്പൂരുന്ന ഭാഗ്യം. വാഴക്കുലകൾ എടുക്കാനായിട്ട് ജോസഫേട്ട ഇപ്പോൾ വല്ലൂര് എന്നല്ലല്ലോടാ, തലൂരിൽ നിന്ന് വരും. അപ്പോഴേക്കും നമുക്ക് ഇതെല്ലാം സെറ്റാക്കി വെക്കാം. ആയില്യ പൂജയുടെ ഭാഗമായിട്ട് നമ്മുടെ അമ്പലത്തിൽ കളമെഴുത്തും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കന്നിമാസത്തിൽ ആയില്യം എന്തോ പ്രത്യേകത ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളും അത് പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വൈകിട്ടാണ് പരിപാടി തുടങ്ങിയതൊക്കെ. അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഒരു ദിവസത്തെ അധ്വാനത്തിൻ്റെ ക്ഷീണം നന്നായിട്ട് ശരീരത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ശ്രീജ.